നമ്മളോടൊപ്പം അനിൽ വിളയിൽ ചേരുന്നുണ്ട്. നമസ്തേ, ഗുഡ് മോർണിംഗ് അനിൽ വിളയിൽ. ഒരു ഗുഡ് മോർണിംഗ് പറയാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം നമ്മുടെ കേരളത്തിൽ കുട്ടികളെ, ഹിന്ദു കുട്ടികളെ പ്രത്യേകിച്ച് അവരെ ടാർഗറ്റ് ചെയ്ത് അവരിൽ മത തീവ്രവാദം ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു സ്കൂള് മലപ്പുറത്ത് പ്രവർത്തിക്കുന്നു. ഇതിനെതിരെ സർക്കാർ പോലും ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. ആശങ്കാജനകമല്ലേ? അതെ, നമസ്തേ. വളരെ ആശങ്കാജനകമായ വാർത്തകളാണ് കേരളത്തിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു വാർത്ത കണ്ടിട്ടുണ്ട്. ഒരു അമ്മയും രണ്ടാനച്ഛനോട് ചേർന്ന് സ്വന്തം മകനെ IS-ൽ ചേരാൻ പ്രേരിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് കേരള പോലീസ് രജിസ്റ്റർ ചെയ്തു എന്നൊരു വാർത്തയും വന്നിട്ടുണ്ട്. ഇതേ സാഹചര്യം പല പ്രദേശങ്ങളിലും നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കൗമാരപ്രായക്കാരായ കുട്ടികളെ പലതും പറഞ്ഞ് പ്രേരിപ്പിക്കുകയും അവരെ കൊണ്ട് ഈ ജിഹാദിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നതൊക്കെ കിട്ടും, നിങ്ങൾക്ക് ഹൂറിമാരെ കിട്ടും, നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ തുടങ്ങിയ കാഴ്ചപ്പാടുകൾ ഇവരിലേക്ക് കുത്തിവെക്കാനുള്ള ഒരു തീവ്രമായ ശ്രമം ചില കോണുകളിൽ നിന്ന് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഭാരതത്തിലെമ്പാടും തന്നെ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രം ഇന്ന് കേരളമായി മാറിയിരിക്കുകയാണ്. കാരണം അതിന്റെ ബുദ്ധിയും അതിന്റെ സമ്പത്തും എല്ലാം കേരളത്തിൽ നിന്ന് ചെല്ലുന്നു എന്ന് പറയുമ്പോൾ മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ഈ കേരളത്തിൽ നിന്നാണ് എത്രയോ തീവ്രവാദ ഭീകരവാദികളാണ് ഇവർ. തീവ്രവാദികൾ എന്ന് പറയാനൊക്കത്തില്ല, ഭീകരവാദമാണ് ഇവർ പ്രധാനമായി കയറ്റുമതി ചെയ്യുന്നൊരു സ്ഥലമായി കേരളം മാറിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലും സിറിയയിലുമൊക്കെ ഈ ലവ് ജിഹാദിൽപ്പെട്ട പെൺകുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആൾക്കാരാണ് ഈ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി ഈ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളത്. അതിന് കൊച്ചിലെ ക്യാച്ച് ദം യങ് എന്ന് ഇംഗ്ലീഷുകാർ പറയുന്ന പോലെ തന്നെ വളരെ ചെറുപ്പത്തിലെ തന്നെ ഇവരെ പിടികൂടുക. അതിപ്പോൾ നേരത്തെ മുസ്ലിം യുവാക്കൾ മാത്രമായിരുന്നു എങ്കിൽ ഇന്ന് നമ്മുടെ ഹൈന്ദവ സമൂഹത്തിലെ കുട്ടികളെ, കൗമാരപ്രായക്കാരായ കുട്ടികളെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയും മയക്കുമരുന്നും അതുപോലെ തന്നെ ബാക്കി ഈ ലവ് ജിഹാദ് പോലെയുള്ള സംഭവങ്ങളിൽ പെടുത്തി ഇവരെയൊക്കെ തന്നെ മസ്തിഷ്കം മാറ്റിയെടുത്തുകൊണ്ട് തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയാണ്. അത് മുളയിലെ നുള്ളാൻ സാധിക്കാത്ത രീതിയിലേക്ക് സർക്കാർ മാറിയിരിക്കുക. കാരണം മുളയൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്, അതിനേക്കാൾ വളർന്നു കഴിഞ്ഞു കേരളത്തിലെ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് വളരെ വിഷമകരമായ വാർത്തയാണ് കേരളത്തിൽ നിന്ന് ഓരോ ദിവസവും ഇത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിദ്യാലയങ്ങളെ പറ്റിയുള്ള നടത്തിപ്പ് ആരാണ്? ഇപ്പൊ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം ഈ ഡൽഹിയിലുണ്ടായ ചാവേർ ആക്രമണത്തെ തുടർന്ന് ഒരു സർവകലാശാല തന്നെയാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കേരളത്തിലെ നേരത്തെ പീസ് ഫൗണ്ടേഷന്റെ സ്കൂളുകളായിരുന്നു ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങൾ. ഇന്ന് പല രൂപത്തിലും പല പേരിലും, പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനത്തിന് ശേഷം അവർ മറ്റ് പല രൂപത്തിലും ഭാവത്തിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ കേരളത്തിൽ സജീവമാക്കുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം മാത്രമാണ്. നാളെയും മറ്റൊരു ഉദാഹരണം വരാം, മറ്റന്നാളും മറ്റൊരു ഉദാഹരണം വരാം. ഇന്നത്തെ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ ജനം TV പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. സർക്കാരിന് ഇതൊന്നും കാണാൻ അവർക്ക് നേരമില്ല. അവർക്ക് യാതൊരു കാര്യത്തിലും താല്പര്യമില്ല. കെടുകാര്യസ്ഥതയുടെ പര്യായപദമായി പിണറായി സർക്കാർ മാറിയിരിക്കുകയാണെന്നുള്ളത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇത് ഞെട്ടലല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിനെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ വളരെ വലിയൊരു അപകടം കേരളത്തിലുണ്ടാകും. ശരി, താങ്കൾ നൽകുന്ന മുന്നറിയിപ്പ് അത് വളരെ വലുതാണ്. എന്തായാലും ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി.